ഒരു കാലം വരെ VS ജോയ് എന്നുള്ള കിൻഡർ ജോയ് എന്നാണ് താങ്കൾ പരിഹാസത്തിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ എപ്പോഴാണ് താങ്കളോട് കൃത്യമായി സംസാരിക്കുകയും താങ്കളുമായിട്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും താങ്കളിൽ നിന്ന് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യുന്ന രൂപത്തിൽ ആ സൗഹൃദം രൂപപ്പെട്ടത്? കഴിഞ്ഞൊരു 1.5 വർഷമായിട്ടുണ്ടാവും. കഴിഞ്ഞ 1.5 വർഷമായിട്ടുണ്ട്. ആ സൗഹൃദം മാത്രമല്ല, ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. ജോയി അനിമൽ അറ്റാക്കിൻ്റെ ഒരു ഇരയാണ്. ആ കുടുംബത്തിലാണ്, ആ വീട്ടിൽ അറ്റാക്കുണ്ട്, ഒരു ചുറ്റുപാടുമുണ്ട്. ആ നിലക്ക് സ്വാഭാവികമായിട്ടും ഈ 2 കാര്യങ്ങളും ക്രൈസ്തവ സമുദായത്തിന് ആ വിഷയത്തിൽ മുൻഗണന കൊടുക്കണം എന്നത് എൻ്റെ ഒരു വിഷയം തന്നെയാണ്. കാരണം അവർ തന്നെയാണ് ഇത് അനുഭവിക്കുന്നത്. അവരിൽ നിന്ന് തന്നെ ഒരാൾ ഉയർന്നു വരണം എന്നത് എൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ്. അത് ഏത് നിലക്ക് കേരളീയ സമൂഹം എടുത്താലും ക്രൈസ്തവ സമൂഹവുമായിട്ടുള്ള എൻ്റെ ബന്ധം, ആ മേഖലയിലുള്ള ബന്ധം, അവിടുത്തെ ബിഷപ്പുമാർ, സാധാരണ പ്രവർത്തകർ, നമ്മളിത് അനുഭവിക്കുക. അവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നൊരു അരക്ഷിത ബോധം, ഒരു വിഷമം, ഒരു വേദന അവർ പങ്കുവെക്കുന്നുണ്ട്. ശരി, അപ്പോൾ VS ജോയ് അല്ല എങ്കിൽ അതിൽ കൂടി ഒരു വ്യക്തത വരുത്താമോ ശ്രീ PV അൻവർ? താങ്കളുടേത് റിക്വസ്റ്റ് ഡിമാൻഡ് ആണെന്ന് പറയുമ്പോൾ ആര്യടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ താങ്കൾ ഒരു നിലപാട് പറയുന്നു. അതല്ല, ഈ 2 പേരുമല്ല മറ്റു പേര് കോൺഗ്രസ് നിശ്ചയിക്കുകയാണെങ്കിൽ അപ്പോഴും ഈ നിരുപാധിക പിന്തുണയുണ്ടോ? തീർച്ചയായിട്ടും പിന്തുണ അങ്ങനെ തന്നെയാണ്, അതിലൊരു തർക്കമില്ല. അത് ഇനി തീരുമാനിക്കേണ്ട UDF ലീഡർഷിപ്പാണ്. അത് കോൺഗ്രസ് കാൻഡിഡേറ്റ് എന്ന നിലക്ക് അതിൽ പ്രിഫറൻസ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനുണ്ടാവും. ഒരു പ്രാദേശിക മണ്ഡലം നിലമ്പൂർ, മലപ്പുറം ആയതുകൊണ്ട് ലീഗിന് ഒരു പക്ഷേ അതിൽ സേ ഉണ്ടായിരിക്കാം. അത് UDF ആണ് ഇനി തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് എൻ്റെ നിലപാടുകളും എൻ്റെ ആഗ്രഹവും അവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും മലയോര മേഖലയിലെ വിഷയങ്ങളുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കൺസിഡർ ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ട UDF ആണ്. UDFന്റെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഞങ്ങൾ പിന്തുണ കൊടുക്കും, അതിൽ തർക്കമൊന്നുമില്ല. ഇന്നിപ്പോൾ താങ്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത് VD സതീശനെതിരെ താങ്കൾ ഉന്നയിച്ച ആരോപണത്തിൻ്റെ സാഹചര്യം താങ്കൾ ജനങ്ങളോട് പറഞ്ഞു, അതുവഴി VD സതീശനെയും ആ കാര്യം അറിയിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ UDFന്റെ ചെയർമാനാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് VD സതീശൻ. അങ്ങയോട് കഴിഞ്ഞ ദിവസങ്ങളിൽ VD സതീശനെടുത്തിരുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് UDFന്റെ വാതിൽ ആർക്കു മുന്നിലും അടച്ചിട്ടുമില്ല, തുറന്നിട്ടുമില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു ബ്ലോക്കായി താങ്കളുടെ ഈ UDF പ്രവേശനത്തിന് ഒരു ബ്ലോക്കായി അവസാനം നിന്നത് VD സതീശനായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കുന്നതിനാണോ താങ്കൾ ഇന്ന് ചില കാര്യങ്ങൾ ഏറ്റുപറഞ്ഞത്? ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇതിന് മുമ്പും അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളതാണ്. ഈ വിഷയം അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പബ്ലിക്കിൽ പൊതുസമൂഹത്തോട് പറയണമെന്ന് എനിക്ക് എൻ്റെ മനസാക്ഷി കുത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വിഷയം തീർന്നു പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പോയി സ്വകാര്യത്തിൽ മാപ്പി ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അതെൻ്റെ 1ാം ഘട്ടമാണ്. അത് ആൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസാക്ഷിയാണ് എന്നോട് പറഞ്ഞത്. കാരണം അദ്ദേഹത്തെ ഈ പൊതുസമൂഹത്തിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അത് എൻ്റെ ഒരു മോറൽ കമ്മിറ്റ്മെൻറ്റാണ്. ആ ഒരു മോറൽ കമ്മിറ്റ്മെൻറ്റ് എന്ന നിലക്ക് തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് പറയാം. അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് റിക്വസ്റ്റ് ചെയ്യാലോ, അൻവർ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഈ കാര്യങ്ങൾ അറിയുള്ളൂ, അത് നിങ്ങൾ പുറത്ത് പബ്ലിക്കായി പറയണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതെന്താ അദ്ദേഹത്തിൻ്റെ മാന്യതയാണ്. അപ്പോൾ അദ്ദേഹം ഒരു മാന്യത കാണിക്കുമ്പോൾ ഞാനും തിരിച്ച് മാന്യത കാണിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞയാളാണ് താങ്കൾ. അതിലും മാപ്പ് പറയണമെന്ന് ബൽറാമിനെ പോലുള്ള ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ അത്തരം അഭിപ്രായങ്ങളെയല്ല കാണുന്നത്. VD സതീശനോട് പറയുന്ന ഒരു മാപ്പ്, അതിൻ്റെ ഒരു മോറൽ പ്രശ്നം താങ്കൾ അനുഭവിച്ചിട്ട് താങ്കൾ പറഞ്ഞു എന്ന് പറയുന്നു. നന്ന് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ എന്താ തീരുമാനം? ഉണ്ണി ഇതൊന്നും അറിയാതെ പോവാ. ഞാൻ സത്യത്തിൽ ഉണ്ണി എല്ലാ കാര്യങ്ങളും കൃത്യമായി വാച്ച് ചെയ്യുന്ന, അസസ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള ധാരണയില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ഉണ്ണിക്ക് ചില കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഞാൻ വൈകുന്നേരമാണ് മണ്ണാർക്കാട് വെച്ചിട്ട് രാത്രിയിലാണ് ഈ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നത്. പിറ്റേന്ന് രാവിലെ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ടറായിരുന്ന മനോമി, കോഴിക്കോട്ടുകാരി, നമ്മളെ മോഹൻ മാഷിന്റെ മരുമകള്, അവരെൻ്റെ സെനിയോ അവരുടെ ഇൻ്റർവ്യൂ നിങ്ങളൊന്ന് ഇപ്പോൾ എടുത്തു നോക്കിയാൽ മതി. ആ ഡേറ്റ് നോക്കിയിട്ട് പിറ്റേ ദിവസം അന്ന് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞതാണ്, ഞാൻ ബയോളജിക്കൽ DNA അല്ല, ദയവായി നിങ്ങൾ ആരും അത് അങ്ങനെ ആക്കരുത്.
ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് പൊളിറ്റിക്കൽ DNA ആണ്. അതുകൊണ്ട് അതിനെ വളച്ചൊടിക്കരുത് എന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഉണ്ണിയെ കാണാതെ പോയതാ. അല്ല പൊളിറ്റിക്കൽ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങളിനകത്തുള്ള നിലപാടായി ചോദിക്കുന്നതേ. ബയോളജിക്കൽ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പറഞ്ഞു എന്നാണല്ലോ, അത് ആരും അംഗീകരിക്കത്തില്ലല്ലോ. താങ്കളെപ്പോലൊരു പൊതുപ്രവർത്തനം ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. പൊളിറ്റിക്കൽ DNA രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണം, രാഷ്ട്രീയ DNA പരിശോധിക്കണം എന്ന് പറയുമ്പോൾ സമൂഹത്തിനകത്തൊരു ആശയക്കുഴപ്പം അപ്പോഴും നിലനിൽക്കുകയാണെന്നേ. അതാ പ്രശ്നം. അല്ല അത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പം ഇന്നും പറഞ്ഞു ഉണ്ണിയെ പ്രസ് കോൺഫറൻസ് മുഴുവൻ കേൾക്കാത്തതുകൊണ്ടാണ്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും അതിൽ വിഷമമുണ്ടെങ്കിൽ അവരോട് നമ്മൾ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു ഒളിയും മറയും ഇല്ല. ശരി, ആ ക്ഷമ ചോദിക്കൽ